ഇന്നലെ നിങ്ങൾ ധ്യാനിച്ചു, ഇന്നലെ നിങ്ങൾ കേട്ടു. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് ശനിയാഴ്ച മാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈശോയുടെ മക്കളെ, നമുക്കൊരു നിയോഗം എടുത്താലോ? ഇന്നലത്തെ എൻ്റെ ബാക്കി തന്നെയാണ് കേട്ടോ. സാധുവായ മർത്യനിൽ ഞാൻ നിന്റെ രൂപം കാണുന്നു. ഞാൻ ഹല്ലേലൂയ. നമുക്ക് കാണണ്ടേ? നമ്മൾ ചിന്തിക്കുക, നമ്മുടെ യൂണിറ്റിലോ നമ്മുടെ ഇടവകയിലോ നമ്മുടെ ദേശത്തോ നിങ്ങൾ തീരുമാനിക്കുക. ഒരു ആരായിരുന്നാലും ഒരു 10 വേണോ? തൽക്കാലം ഒരു 5 പിടിക്കുക, അല്ലേ? ഒരു 5. വേറൊന്നിനുമല്ല, നിങ്ങളൊന്നും അവിടെ ചെന്ന് മലമറിക്കണ്ട. ഒരു 5 രോഗികളെ സന്ദർശിക്കണം. കിടപ്പ് രോഗികളെ, തളർന്നു കിടക്കുന്നവർ, ഒരു 5 വീട്ടിൽ ചെല്ലണം. പോണേക്കായി മുമ്പ് നിൻ്റെ വീട്ടിൽ രൂപത്തിൻ്റെ നടക്കെ വന്ന് നീ പ്രാർത്ഥിക്കണം. ഒപ്പം വിശ്വാസ പ്രമാണം ചെല്ലണം. 3 ത്രിത്വസ്തുതി ചെല്ലണം. അതിനുശേഷം കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ പൊതിയണമേ, എന്നെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നീ എന്നേക്കാൾ മുമ്പേ പോയി വഴികൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അതുതന്നെയാണ് മലാക്കി 3 എന്ന വചനം. നിങ്ങളൊക്കെ മുമ്പേ വിടുക. ഞാനങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ വരെ ഒന്ന് വരണമെന്ന് തോന്നി. ആ സമയം ഇവരൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. സ്ത്രീകളാണെങ്കിൽ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ പെണ്ണുങ്ങളില്ലാത്ത സമയം എന്നുണ്ടെങ്കിൽ കയറി ചെല്ലണ്ട കേട്ടോ, ചെല്ലണ്ട. ഹല്ലേലൂയ എന്ന് നോക്കിയിട്ടൊക്കെ ചെല്ലുക. ഹല്ലേലൂയ, യേശുവേ നന്ദി. അല്ലെങ്കിൽ ബെല്ലടിക്കുമെങ്കിലും അവിടെ ആരൊക്കെയുള്ള, ഞാനങ്ങനെ ഇവിടുന്ന് വരികയാണ്, വീട് അപ്പുറത്താണ്. ഗമയൊന്നും കാണിക്കുന്ന മക്കളെ, അതിന് വിഷമം തോന്നണ്ട. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ധ്യാനത്തിനൊക്കെ പോകാറുണ്ടോ? എവിടെയൊക്കെ പോയി? എത്ര നാളായി? അപ്പോൾ അവരോട് പറയുക, ഞങ്ങൾക്ക് ഇങ്ങനെ ധ്യാനമൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സനുവദിക്കുന്നെങ്കിൽ, മനസ്സിൽ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ധ്യാനത്തിന് വരാം. ഇത്ര ദിവസം തുടങ്ങി ഇത്ര ദിവസം വരെയാണുള്ളത്. അവിടെ ഇന്ന പോലെ അത്ഭുതം നടക്കുന്നുണ്ട്. രോഗസൗഖ്യങ്ങൾ മാത്രമല്ല, രക്ഷ കിട്ടുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുക. വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക, പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ എന്തായാലും ഒരു ജപമാല എല്ലാ ദിവസവും ചെല്ലാൻ പറയുക. ഒരു ജപമാല അപ്പോൾ ഞങ്ങൾ ചെല്ലുന്നുണ്ട്, സ്വന്തമായിട്ട് ചെല്ലാൻ പറയുക. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞ് പോരുക. അയ്യോ, 5 വീട് എവിടെയാണോ കർത്താവേ? നിങ്ങൾ ആദ്യം ഒരു വീട്ടിൽ പോ, ബാക്കി ദൈവം നിങ്ങളെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ എവിടെ നിന്നാണ് വന്നത്, എവിടെ നിന്നാണ് നിങ്ങൾ പോകുന്നത്, അതിനൊരു ഹെഡ് ഓഫീസ് ഉണ്ട്, ബദൽ മാതാവിൻ്റെ ടീം. നീ അവിടെ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് പോവുകയല്ല. നീ ഇവിടുത്തെ ആളാണ്. ഹല്ലേലൂയ, നീ ഇവിടുത്തെ ആളാണ്. അത് ഏത് ധ്യാനകേന്ദ്രം ആയാലും നീ അവിടുത്തെ ആളാണ്. അവിടുത്തെ ആളെന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ പോകാൻ പാടില്ല എന്നല്ല പറയുന്നത്. നമുക്കൊരു ഹെഡ് ഓഫീസ്, നമുക്കൊരു ഇതാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ നിൽക്കുക, സംസാരിക്കുക. അവരെ നമ്മുടെ
നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് കിട്ടിയ കൃപയെ ഇവിടെ നിന്നല്ലേ. നമ്മുടെ എത്രയോ നാളായിട്ട് പലരും പല കാര്യങ്ങളും അനുഭവങ്ങൾ പറയുന്നു. അപ്പോൾ അവിടേക്ക് വിളിച്ചു കൊണ്ടുവരിക. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. മക്കളെ, നമുക്കിങ്ങനെ എല്ലാവരും സൂചിച്ചേ. കർത്താവായ യേശുവെ, മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആ 2 നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമേ കർത്താവേ. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നടക്കട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കൊടുക്കണമേ. ഇനി മക്കളുണ്ട്, പക്ഷെ ഒരു കൊച്ചിനോടെയും വേണം. ഒരു കൊച്ചല്ല, 2 വചനാകരിച്ച മക്കൾ 2 തരും ദൈവം. കർത്താവേ, 1 2 വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് 2 കൊടുക്കണമേ കർത്താവേ. ഈശോ കൊടുക്കണമേ. കൃഷികളിൽ പരാജയങ്ങളുള്ള കൃഷികൾ ഉയർത്തണമേ കർത്താവേ. ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. എൻ്റെ ഈശോയെ, എഴുന്നള്ളി വരണമേ. മേരി മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാവേ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ കർത്താവേ. കടലിൽ യാത്ര ചെയ്യുന്നവരെയും കപ്പലിലുള്ളവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. വള്ളം ബോട്ട് അനുഗ്രഹിക്കണം. എല്ലാ മത്സ്യത്തൊഴിലാളികളും തൊഴിൽ കൊടുക്കണമേ കർത്താവേ. ഇവിടെ വരുന്ന എല്ലാ മത്സ്യത്തൊഴിലാളികളും തടസ്സമില്ലാതെ അവർ വരട്ടെ കർത്താവേ. നാളത്തെ വൺഡേ ധ്യാനം കർത്താവേ, നാളത്തെ 8-ാം തീയതിയിലത്തുള്ള വൺഡേ ധ്യാനം, നാളത്തെ വൺഡേ ധ്യാനത്തിന് അനേകം മക്കൾ കടന്നു വരട്ടെ. സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. കൊണ്ടുവരുന്നവരെ അനുഗ്രഹിക്കണം. കൊണ്ടുവന്നിട്ടുള്ള പിശാച് കയറാതെ അവർ പരിശുദ്ധാത്മാവിനാൽ വളരട്ടെ കർത്താവേ. അനുഗ്രഹിക്കണമേ. വീടില്ലാതെ വേദനിക്കുന്നവർക്ക് വീട് കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. ഈശോയിൽ വളരാൻ എല്ലാവർക്കും കൃപ കൊടുക്കണേ കർത്താവേ. സ്തുതിക്കുക മക്കളെ. ഹല്ലേലൂയ. യേശുവേ, നന്ദി നാഥ. അളവില്ല സ്നേഹത്തിലേ യേശുവേ നന്ദി നാഥ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃത്യപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പാപിയായ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ധ്യാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേ മക്കളെ.